വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെ ഒളിവിൽ പോയിട്ടില്ല എന്ന വിശദീകരണവുമായി IC ബാലകൃഷ്ണൻ MLA എത്തുകയാണ്. വ്യക്തിപരമായ ആവശ്യത്തിന് കർണാടകയിലാണെന്നും ഉടൻ തിരിച്ചെത്തുമെന്നുമാണ് MLAയുടെ സന്ദേശം. ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല താൻ, കോടതിയിൽ വിശ്വാസമുണ്ടെന്നും MLA പറയുന്നു. നമുക്ക് MLAയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ജില്ലാ ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ പേരിൽ ചുമത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒളിവിലാണെന്ന് വ്യാജ വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. ഞാൻ ഇന്നോ നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. ഇടതുപക്ഷം കുറേ കാലങ്ങളായിട്ട് എന്നെ വേട്ടയാടുകയാണ്. എൻ്റെ ജനകീയത CPM-ന് സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി എന്നെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടിയുമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഞാൻ ഒളിവിൽ പോയതല്ല. ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദീപക് മോഹൻ നമുക്കൊപ്പം എത്തുന്നു. ദീപക് മോഹൻ, MLA എവിടെയാണ്, ND അപ്പച്ചൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും പാർട്ടി തന്നെ നൽകുന്നുണ്ടായിരുന്നില്ല. കർണാടകയിൽ പോയതാണെങ്കിൽ ഈ അറസ്റ്റ് തടഞ്ഞുള്ള കോടതിയിൽ നിന്നുള്ള തീരുമാനം വരുന്നതുവരെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമായിരുന്നല്ലോ. 15-ാം തീയതി വരെ അറസ്റ്റ് തടയുന്നു, അതിനുശേഷം ഒളിവിലല്ലെന്ന വിശദീകരണം വരുന്നു. അങ്ങനെയല്ലേ ഇതിനെ കാണേണ്ടത്? സുജയ, അതായത് IC ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ജനപ്രതിനിധിയായ തനിക്ക് ഇത്തരത്തിൽ ഒളിച്ചോടേണ്ട ആവശ്യമില്ല. തൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് തൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് കർണാടകയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ വരെ, അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്നലെ രാവിലെയോടുകൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുന്നു. ഇന്ന് രാവിലെ അതായത് കോടതി വാക്കാൽ നിർദ്ദേശം വരുന്നു. 15-ാം തീയതി വരെ ഇത്തരത്തിൽ അറസ്റ്റ് പാടില്ല എന്നുള്ള രീതിയിലൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം വരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ IC ബാലകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം പുറത്തെത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് പ്രധാനമായും ഇതാണ്: ജനപ്രതിനിധിയാണ്, തൻ്റെ ജനകീയത കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് CPM ഇത്തരത്തിൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒളിച്ചോടിയതല്ല, തൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് കർണാടകയിലാണ്. ഇന്നോ നാളെയോ താൻ തിരികെ വരും, കോടതിയിൽ വിശ്വാസമുണ്ട്, ഒരിക്കലും ഭയമില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമാണ് IC ബാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPM, അതായത് കാലങ്ങളായി നമുക്കറിയാം 3 തവണയായി സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ നിന്ന് MLA ആയി ജയിച്ചു വന്ന ആളാണ് IC ബാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: അതായത് തൻ്റെ ജനകീയതയിൽ അസഹനീയമായിട്ടുള്ള CPM നേതൃത്വമാണ് ഇത്തരത്തിൽ IC ബാലകൃഷ്ണനെതിരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു. ഏതായാലും IC ബാലകൃഷ്ണൻ ഇന്നോ നാളെയോ ഇവിടെ എത്തുമെന്നാണ് ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അദ്ദേഹം കർണാടകയിൽ മൈസൂരിനടുത്തുള്ള ഒരു സ്ഥലത്തുണ്ടെന്ന് നമുക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. ഇതാണ് MLA പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി അറിയേണ്ടത് DCC പ്രസിഡന്റിനെ കുറിച്ചാണ്. ND അപ്പച്ചൻ എവിടെയുണ്ട്? സുജയ, ഇന്നലെ ഉച്ചയോടുകൂടി ND അപ്പച്ചൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു. പലതവണ നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ നമ്മൾ ND അപ്പച്ചനുമായി ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ വ്യക്തിപരമായ ആവശ്യത്തിന് കർണാടകയിൽ പോയതായിരുന്നു MLA എന്ന് MLA തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നതാണ് നമ്മൾ കേട്ടത്. നിയമപരമായ നടപടികളുമായി സഹകരിക്കുമെന്നും ഒന്നാം പ്രതിയായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന IC ബാലകൃഷ്ണൻ MLA വ്യക്തമാക്കുകയാണ്.